everyone, welcome to Epic Family. ഇതിപ്പോൾ നമ്മുടെ ഊട്ടി വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ ഊട്ടി വ്ളോഗ് പാർട്ട് 1-ൽ നമ്മൾ ഊട്ടിയിൽ താമസിച്ച ഹോട്ടലാണ് നിങ്ങളെ കാണിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതേണ്ട ഇതിപ്പോൾ റോസ് ഗാർഡൻ ആണ്, ഗവൺമെൻറ് റോസ് ഗാർഡൻ ആണ് ഊട്ടിയിലുള്ള. ഈ റോസ് ഗാർഡനിലും പിന്നെ നമ്മൾ എവിടെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ, അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് ഒക്കെ ഒന്ന് പോയിട്ട് തിരിച്ചു പോകാം എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇപ്പം നമ്മൾ റോസ് ഗാർഡനിലാണ് വന്നിരിക്കുന്നത്. ഈ റോസ് ഗാർഡൻ ഉണ്ടല്ലോ, നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ തന്നെ നമ്മൾ റോസ് ഗാർഡനിൽ എൻട്രി ചെയ്തു. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്. നമ്മൾ എൻട്രി ഫീസൊക്കെ പേ ചെയ്തിട്ട് ഇപ്പം അകത്ത് കയറി. നല്ല സമയത്താണ് നമ്മൾ വന്നത്. കാരണം നല്ല രീതിയിൽ പൂക്കളെല്ലാം പൂത്ത് നിൽക്കുന്ന സമയമാണ്. ഇത് സീസണാണെന്ന് തോന്നുന്നു ഇപ്പോൾ. അതുകൊണ്ട് എല്ലാ പൂക്കളും പൂത്ത് നിൽക്കുന്ന കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ ഈ റോസ് ഫ്ലവേഴ്സിൻ്റെ ചുറ്റും ഇങ്ങനെ എല്ലാം മറ്റു ചെടികൾ ഇങ്ങനെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തൊക്കെയാണ് നിർത്തിയിരിക്കുന്നത്. സോ മൊത്തത്തിൽ നല്ലൊരു ഭംഗിയുണ്ട്. ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ റോസാപ്പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇതിനിടയ്ക്കൂടെ ഒക്കെ നടക്കാം, ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. നല്ല ആംബിയൻസ് ആണ്. പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകളും ഉണ്ട്. നിങ്ങൾക്ക് കണ്ടിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാലോ, ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സമയമാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂടല്ലേ, ഇപ്പം ഊട്ടിയിലൊക്കെ കറക്റ്റ് ക്ലൈമറ്റ് ആണ്. സോ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ വീഡിയോ എടുക്കുന്നവരെ കാണാം, നമ്മുടെ ഊട്ടിൽ തന്നെ വീഡിയോ എടുക്കുന്ന ആൾക്കാരെ കാണാം. പിന്നെ ഈ തണുപ്പും ഒക്കെ ആസ്വദിച്ച് ഈ നല്ല ഭംഗിയുള്ള കണ്ണിന് കുളിർമയുള്ള ഈ കാഴ്ച കണ്ടിങ്ങനെ ഇരിക്കുന്നവരെ ഒക്കെ കാണാം. മൊത്തത്തിൽ നല്ലൊരു വൈബാണ്. ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തേ ഇല്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ചേട്ടനോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഇതിനു വേണ്ടി വെറൈറ്റി ഓഫ് റോസസ് ഉണ്ടോന്ന്. എന്ത് ഭംഗിയാ കാണാൻ, എന്തോരം ഡിഫറെൻറ്റ് കളറുകൾ, അതും പല വലുപ്പത്തിൽ. നല്ല വലുപ്പമുള്ള റോസ് നിൽക്കുന്നത് കാണാം. അതേപോലെ ചെറിയ റോസാപ്പൂക്കൾ കാണാം. അങ്ങനെ പല വെറൈറ്റീസ് കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ റോസ് ഗാർഡൻ്റെ കുറച്ച് വിഷ്വൽസ്, ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള കുറച്ച് വിഷ്വൽസ് നിങ്ങളെയും കൂടി ഇങ്ങനെ കാണിക്കാമെന്ന് നമ്മൾ വെച്ചു. ഒരുപാടുണ്ട്. സോ ഫുൾ കാണിക്കാനാണെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പം നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷേ ഇതുപോലത്തെ കുറച്ച് വിഷ്വൽസ് എന്നാലും നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. ഓക്കെ.
എങ്ങോട്ടാ എങ്ങോട്ടാ? ഹായ്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഓ കുഞ്ഞ് റോസ് ഗാർഡനിൽ നടക്കുവാ അല്ലേ? എനിക്ക് വയ്യ. അപ്പോൾ ഇതാണ് നമ്മുടെ റോസ് ഗാർഡനിലെ കുറച്ച് കാഴ്ചകൾ. ഇതിങ്ങനെ കുറേ ഉണ്ട്, ഇങ്ങനെ കുറച്ചുകൂടെ അങ്ങോട്ടുണ്ട്. പക്ഷെ ഇത്രയും നിങ്ങളെ ജസ്റ്റ് ഇത്രയും ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. ഇത് ഫുൾ കാണിക്കാനാണെങ്കിൽ ഭയങ്കര ലെങ്തിയും ആവും, ഭയങ്കര ലാഗിങ്ങും ആവും. ഇപ്പം തന്നെ കുറച്ച് ലാഗിങ് ആയിട്ട് തോന്നാം ചിലർക്ക്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റോസ് ഗാർഡൻ്റെ കുറച്ച് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ബൊട്ടാണിക്കൽ ഗാർഡനും ഞങ്ങൾ പണ്ടൊക്കെ വന്നപ്പോൾ പോയിട്ടുള്ളതാണ്. എന്നാലും കുഞ്ഞാവയുടെ കൂടെ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വെച്ചു. അപ്പോൾ അവിടുത്തെയും കുറച്ച് ക്ലിപ്സ് ഒന്ന് കാണിക്കാം. ഓക്കെ. അപ്പം ഈ നമ്മളുടെ ഊട്ടി റോസ് ഗാർഡന്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ എവരിവൺ.